എല്ലാ കൈസ് എന്തൊക്കെ ശേഷം സുഖമായിരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഇനിയും ഇതൊക്കെ മേലെ ഇനിയും എന്താണ് ഈ വരാനുള്ള പുതിയ നിയമങ്ങൾ, ഇനിയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമ്മളാണ് കൊന്നുകൂടെ, ഇല്ല ഇനി വന്നതിനും കാട്ടി ഇനി വലുത് എന്തെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ കുറേ സംശയങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്ന അതേ സംശയങ്ങൾ തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയങ്ങൾ തന്നെയാണ്. കുറച്ച് നാളുകൾ മുമ്പ് തന്നെ നമ്മളിതേ പുതിയ നിയമങ്ങൾ വരുന്നു, ഇതേ പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്, പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നിയമങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരാൻ പോവുക, അങ്ങനെയാവും വരാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ എല്ലാ നിയമങ്ങളും വന്നു. സോ അതേപോലെ തന്നെ ഇപ്പം അടുത്ത ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇലക്ഷൻ നടന്നപ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി പൊട്ടിപ്പാളീസായി. സോ ഓൾറെഡി പാർട്ടിക്കകത്ത് രണ്ട് വിങ്സ് ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് വിങ്ങും ഒന്ന് റൈറ്റ് വിങ്ങും. സോ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സ്വരമാണ് ഉള്ളത്. സോ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും ഇമിഗ്രേഷൻ നിയമങ്ങൾ കടുപ്പിക്കാനായിട്ട് മുറവിളി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. സോ ആദ്യം പഠിക്കാൻ ചാനൽ യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ വിളിക്കാൻ ഷെയർ ചെയ്യുമ്പോഴും ഈ ഒരു വീഡിയോ ഈ ന്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതാപിടി തന്നെയാണ് എടുത്ത് പറയുന്നത്. അതിനകത്ത് കുറച്ച് കയറ്റി പറയുകയോ അല്ലെങ്കിൽ കുറച്ച് പറയുകയോ എങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ ഇനിയിപ്പോൾ ഇതും കണ്ടിട്ട് പിന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. നിയമങ്ങൾ മാറുന്ന ഇനി സ്റ്റുഡൻസിന് വരാൻ പറ്റില്ല, ഇനി പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാം. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ രണ്ട് ടോപ്പിക്കാണ്, ഇതിനകത്ത് 30ഓളം പോയിന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടേ ടോപ്പിക്ക് ഞാൻ ഇന്ന് പറയുന്നുള്ളൂ, ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. അതിൽ രണ്ട് ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടല്ല 3 ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ്പ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ എണ്ണത്തിൽ ലിമിറ്റ് വയ്ക്കും. അതായത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇഷ്യൂ ചെയ്യാൻ ഉള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ലിമിറ്റേഷൻസ് കൊടുക്കും. ഇപ്പോൾ കാണിക്കുന്ന രീതിക്കുള്ള കണ്ടമാനം ആൾക്കാരെ ഇങ്ങോട്ട് തള്ളിക്കയറുന്ന പരിപാടി ഉണ്ടാവില്ല. അയ്യോ, അതിന് മുമ്പ് തന്നെ ഇത് ആരാ പറഞ്ഞതെന്ന് പറയണ്ടേ. അതെ, കഥയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ എലക്ഷൻ, അതായത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എല്ലാവരും കൂടി നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു. ഞാൻ അതും വളരെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UK എലക്ഷൻ റിപ്പോർട്ട്. കൺസർവേറ്റീവ് പാർട്ടി പൊട്ടിപ്പാളീസായി, എല്ലായിടത്തും നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുന്ന സമയമാണ്. ഓൾറെഡി പാർട്ടിക്കകത്ത് ഭിന്നസ്വരങ്ങളാണ് ഉള്ളത് അല്ലേ. സോ അതിനകത്ത് നമുക്ക് റൈറ്റ് വിങ്, അതായത് റോബർട്ട് ജെൻറിക്കിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സുവല്ല ബ്രവർമാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളുണ്ട്, കുറച്ച് MP-കളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് കൺസർവേറ്റീവ് പാർട്ടി എന്നാവുള്ളൂ. അപ്പോൾ ഇവർക്ക് ഏകദേശം കൊണ്ട് കളികൾ മനസ്സിലായി. ഈ രീതിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ നമ്മൾ പൊട്ടിപ്പാളീസായിരിക്കുകയാണെങ്കിൽ ഇനിയും പൊട്ടിപ്പാളീസായി, നമ്മൾ ചരിത്രത്തിലില്ലാത്ത അത്രയും പൊട്ടിപ്പാളീസാവുന്നു. ഏകദേശം കൊണ്ട് റൈറ്റ് വിങ്ങിന് ഒരു ധാരണയായി. പക്ഷേ ലെഫ്റ്റ് വിങ് എപ്പോഴും നമ്മളെ കുറച്ച് ഫേവർ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമായിരുന്നു നമ്മുടെ ഋഷി സുനകൻ പാർട്ടി. പക്ഷേ എന്ത് ചെയ്യാം, അവിടെ നിന്നുള്ള പ്രഷറുകൾ കൊണ്ട് ഋഷിക്ക് പല നിയമങ്ങൾ എടുക്കേണ്ടത് വന്നു. ആ നിയമങ്ങൾ തന്നെ നമ്മൾ വലിയൊരു ഇടിത്തിയാണെന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത്. അതായത് PSW അല്ല, നമ്മുടെ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. സ്റ്റുഡൻസിന് കോഴ്സ് കഴിയാതെ വിസ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്നു. അത് നല്ല ഒരു നിയമമാണ്. പക്ഷേ ബാക്കി ഈ പറഞ്ഞ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസ് റെസ്ട്രിക്റ്റ് ചെയ്ത കാര്യം അതൊരു പണിയായിരുന്നു, ഇടുത്തി തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെയും കൂടി റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനുശേഷം സാലറി ത്രഷോൾഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇടുത്തിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയ പോയിന്റുകൾ ഉയർത്തിക്കാണിച്ചു കൊണ്ടുവരുന്നു റോബർട്ട് ജെൻറിക്. അതായത് മുന്നത്തെ നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്ററാണ് റോബർട്ട് ജെൻറിക്. സോ പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റുഡൻസിന് ക്യാപ്പ് ഏർപ്പെടുത്തുക, അതായത് സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിനെ ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ എടുത്ത് കളയുക. അത് മുന്നേ നമ്മുടെ സുവല്ല ബ്രവർമാൻ്റെ കാലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബർട്ട് ജെൻറിക്കും അത് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. കഴിഞ്ഞ നിയമങ്ങൾ മാറ്റങ്ങളുടെ അത് അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് നമ്മുടെ ഋഷി സുനക് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റിവ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 14 ആ റിവ്യൂ. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ റിവ്യൂ വരാനായിട്ട്. അപ്പോൾ അതിന് മുമ്പോടുകൂടിയായിട്ടാണ് ഇപ്പോൾ ഒരു കാര്യം. കാരണം മാക്കിൻ്റെ ഏകദേശം റിപ്പോർട്ടുകൾ ഈ ഒരു സമാനമായ രീതിക്കാണ് വരാൻ പോകുന്നത്. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാൻ പോകുന്നത്, ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ഇവിടുത്തെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ യൂസ് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ അബ്യൂസ് ചെയ്തു, ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആൾക്കാരെ കയറ്റി വിടാൻ വേണ്ടി മാത്രം, ഇല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു മിനിസ്റ്റർ ഇതിനകത്തൊരു MP പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടുത്തെ ഡെലിവറോ വിസ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. സ്റ്റഡി വിസേനെ, സ്റ്റുഡൻറ്റ് വിസേനെ ഡെലിവറോ വിസ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. കാരണം ഇവിടെ വരുന്നവർ അൺസ്കിൽഡ് ജോബ്സിനും ലോ സ്കിൽഡ് ജോബ്സിനൊക്കെ ചെയ്യാനായിട്ട് കയറി വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാജുവേറ്റ് റൂട്ട് വിസ സിസ്റ്റം എടുത്തു മാറ്റുക, സ്റ്റുഡൻസിന് ക്യാപ്പ് ഏർപ്പെടുത്തുക, എണ്ണത്തിൽ ലിമിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യമാണ്
ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹൈലൈറ്റ് ആയി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. എനിക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാകും. കാരണം മെയ് 14 ആവുന്നു, നമ്മുടെ ഗ്രാജുവേറ്റ് വിസയുടെ ഒരു റിവ്യൂ വരാൻ പോകുന്നു. അതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ഷൻ പൊട്ടി നിൽക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അപ്പുറത്ത് വേറൊരു കണക്ക് വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കോമഡി. ഗ്രാജുവേറ്റ് വിസ എടുത്ത് UK എക്കണോമി ഏകദേശം നല്ല രീതിയിൽ പൈസ ലാഭിച്ചു, അല്ലെങ്കിൽ ലാഭം കിട്ടി, കൊയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത അപ്പുറത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്വരക്കാരുണ്ട്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഉണ്ട്. ലെഫ്റ്റ് വിങ്ങുകാർ ഇവർ പറയുന്നു ഇവിടെ ഈ ഗ്രാജുവേറ്റ് വിസ കൊടുക്കുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് നല്ല പൈസ വരുന്നു, UK എക്കണോമിക്ക് നല്ല പൈസ കിട്ടുന്നു, 35 ബില്യൺ എങ്ങാണ്ടാണ് സ്റ്റുഡൻസ് ത്രൂ ഇവർക്ക് കിട്ടിയത് അല്ലേ. സോ അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പുറത്ത്. ഇതെടുത്ത് പൂർണ്ണമായി നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷെ അത് നിർത്തിയാലേ പറ്റുള്ളൂ എന്ന് വാദിക്കുന്ന റൈറ്റ് വിങ്. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തലയെ വെട്ടിപ്പൊളിയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അത് വരുമോ വരില്ലേ എന്നുള്ളത്. പക്ഷെ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല ചർച്ചാ വിഷയമാക്കിയ കാര്യങ്ങളും അതിനകത്തൊരു 80% UK നിയമങ്ങളായി നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. എനിക്കറിയില്ല സ്റ്റുഡൻസിന് ക്യാപ്പ് ഏർപ്പെടുത്തുന്നോ ഇനി ഗ്രാജുവേറ്റ് വിസ എടുത്ത് മാറ്റുമോ, ഇതെല്ലാം മെയ് 14 നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ വിസ അവർക്കും ക്യാപ്പ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഹെൽത്ത് ആൻഡ് കെയർ വിസ ജോബുകൾക്ക് 30,000 വിസകൾ ഒരു ഇയർലിക്ക് അങ്ങനെ ആണ് തോന്നുന്നു അവരുടെ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ട കാര്യം. അതായത് ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്കും ക്യാപ്പ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ കുറേ ജോബുകൾ വരും. എനിക്കൊന്നും ഇനിയിപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കെയർ വിസയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ കെയർ വിസയ്ക്ക് ക്യാപ്പ് എനിക്ക് ഇവിടെ ഷോർട്ടേജ് ഒരുപാടാണുള്ളത്. ഒരുപാട് ഷോർട്ടേജ് ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല, സോ മെയിനായിട്ട് ഇത് തന്നെയാണ്. ഇവിടുത്തെ സിസ്റ്റം അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഈ മൈഗ്രേഷൻ കൂടുന്നു. മെയിനായിട്ട് റോബർട്ട് ജെൻറിക്ക് എടുത്ത് പറയുന്നത് അവരുടെ ഈ അതായത് മൈഗ്രേഷൻ ഏകദേശം 1 ലക്ഷത്തിലേക്ക് ഒതുക്കുക എന്നുള്ളതാണല്ലോ. സോ അതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സ്റ്റുഡൻസിനെ ക്യാപ്പ് ഏർപ്പെടുത്തുക, ഈ പറഞ്ഞ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ്സിന് ക്യാപ്പ് ഏർപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ് റൈറ്റ് വിങ് ടോറീസിന്റെ സൈഡിൽ നിന്നുള്ള ഉയർന്നു വരുന്ന ശബ്ദം. അപ്പോൾ ഇത് നമുക്കറിയില്ല നടക്കുമോ നടക്കില്ല. ഇപ്പോഴത്തെ അവിടെ സിറ്റുവേഷൻ വെച്ചിട്ട് എന്തും നടക്കാം. കാരണം UK ഗവൺമെന്റ്, അതായത് ഇപ്പോൾ ഉള്ള കൺസർവേറ്റീവ് പാർട്ടി ഇനി ചരിത്രത്തിലില്ലാത്തത്ര വലിയ ആ രീതിയിൽ തോക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് അറിയാൻ വരുന്നത്. അപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുവിടാം. ചെയ്യാതിരിക്കാം. പക്ഷേ ഇനിയിപ്പോൾ വരുന്നത് ലേബർ പാർട്ടിയാണ്. ഇനിയിപ്പോൾ അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഇനി അവരുടെ മാനിഫെസ്റ്റോ വെച്ച് വായിച്ചതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അവർ ഉദ്ദേശിച്ചത് കാര്യങ്ങളെല്ലാം. ചെറിയൊരു കാര്യം അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ കേസിൽ അവരൊരു റിവ്യൂ നടത്തുമെന്നും, പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ സാലറി ത്രഷോൾഡിൻ്റെ കേസിലും അതൊരു റിവ്യൂ നടത്തുമെന്നുള്ളത്. അതിനിപ്പോൾ ഇനി ഇലക്ഷന് അധികാരത്തിന് വരാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനിപ്പോൾ എന്തും ആവാം. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമാണ് അവർക്ക് മുഖ്യം. ഇലക്ഷൻ, അതായത് പവർ മുഖ്യം ബിഗിലേ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം. ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുന്ന നമ്മളുടെ തലയൊക്കെ വെട്ടിപ്പൊളിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ UK സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ നിൽക്കുന്നവരുണ്ട്, പലരും പൈസ കൊടുത്തിട്ട് കെയർ വിസ എടുത്ത് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കേസേ പറയാനുള്ളൂ. ഇതൊക്കെ ചർച്ചയിലാണ്, ഇല്ലെങ്കിൽ ഇവരുടെ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാദപ്രതിവാദങ്ങൾ, ഇല്ലെങ്കിൽ ഡിമാൻഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ അംഗീകരിക്കണം. പാർട്ടി തന്നെ ഫസ്റ്റ് അംഗീകരിക്കണം. പാർട്ടി അംഗീകരിച്ച് പാർലമെന്റിലേക്ക് ഇത് നിയമമാക്കാൻ ഒരുപാട് പരിപാടിയുണ്ട്. നമുക്ക് കഴിഞ്ഞ നിയമങ്ങൾ വരുമ്പോൾ തൊട്ട് നമ്മൾ ഓരോന്ന് ഇതേപോലെ ചെറിയ ന്യൂസുകൾ തൊട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നതിൽ പലതും നിയമങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നിയമങ്ങളായിട്ട് വരുവാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് സമയമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇലക്ഷൻ അടുത്ത് വരാൻ പോവാണ്. അറിഞ്ഞൂടാ എന്താ നടക്കാൻ പോകുന്നത്. എന്തും നടക്കുകയാണെങ്കിലും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇത്രയേ ഉള്ളൂ. ആരും പാനിക് ആവണ്ട. ഇതൊന്നും നിയമങ്ങളായിട്ടില്ല. ഇതിപ്പോൾ ആവോ എന്നുള്ളത് ആർക്കും അറിയില്ല. അതെന്തായാലും വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ നിങ്ങൾ അറിയിച്ചു തരാം അപ്പോൾ. സോ പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ചാനൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. ബൈ.